പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങളായി. തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള പ്രതികരണം ഫലം പുറത്തു വന്ന ആ നിമിഷത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുമായി അന്ന് പങ്കുവച്ചതാണ്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ചില ബാക്കി പത്രങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തുള്ള പല പ്രശസ്ത വ്യക്തികളും പിന്തുണ അറിയിക്കുകയുണ്ടായി. എന്നാൽ തൊട്ടടുത്ത നിമിഷം മുതൽ അങ്ങനെ പിന്തുണച്ചവരെയെല്ലാം ഹീനമായി വേട്ടയാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്തുണയ്ക്കുന്നവരെ അശ്ലീലം പറയുക, അധിക്ഷേപിക്കുക, ഭീഷണിപ്പെടുത്തുക, തെറിയഭിഷേകം നടത്തുക, ഇതൊക്കെയാണ് നവമാധ്യമങ്ങളിൽ അരങ്ങു തകർത്തത്. കേരളം ഏറെ ആദരവോടെ കാണുന്ന പ്രമുഖ നാടക കലാകാരിയാണ് നിലമ്പൂർ ഐഷ. നിലമ്പൂർ ഐഷയ്ക്ക് വയസ്സ് 90 പ്രിയപ്പെട്ട ഐഷാത്തയെ ഇടതുപക്ഷത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ എത്രമാത്രം ഹീനമായാണ് വേട്ടയാടിയത്. അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തുന്നു, തെറി വിളിക്കുന്നു, ഭീഷണി ഉയർത്തുന്നു. 90 വയസ്സിലും ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ നാടാകെ ആദരിക്കുന്ന ഒരു വനിതയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് അനുഭവങ്ങൾ എന്ന് നാം കാണണം. ശ്രീമതി KR മീര ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത എഴുത്തുകാരിയാണ്. എത്ര ഹീനമായാണ് അവർ അവഹേളിക്കപ്പെടുന്നത്, ആക്രമിക്കപ്പെടുന്നത്. അവർക്ക് തന്നെ ഇപ്പോൾ നിലപാട് വീണ്ടും ആവർത്തിക്കേണ്ടതായി വന്നു. ഹരിത സാവിത്രി കേരളത്തിലേറെ വായിക്കപ്പെടുന്ന ഒരു നോവലിസ്റ്റാണിപ്പോൾ. ഇതേ അനുഭവം അവർക്കുമുണ്ടായി. സ്ത്രീകളാണ് എന്നതുകൊണ്ട് ആക്രമണത്തിൻ്റെ ശക്തിയും വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് നാം കാണണം. മറ്റ് എല്ലാ പുരോഗമന നിലപാട് സ്വീകരിച്ച എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായവർക്കെല്ലാം ഈ അനുഭവം തന്നെയാണ് നേരിടേണ്ടി വന്നത്. ഇവരാരെങ്കിലും ഈ അധിക്ഷേപങ്ങളും തെറിവിളികളും കേട്ടാൽ ഭയപ്പെട്ടു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. നിലമ്പൂർ ഐഷ വെടിയുണ്ടകളെ തോൽപ്പിച്ച കലാകാരിയാണ്. ഭീരുക്കളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട അനുഭവമാണ് അവരുടെ ചരിത്രം. ശ്രീമതി KR മീര കൽബുർഗി വെടിയേറ്റ് വീണ ഘട്ടത്തിൽ പോലും ഭഗവാന്റെ മരണം പോലെയുള്ള കരുത്തുറ്റ കൃതികൾക്ക് ജന്മം നൽകിയ എഴുത്തുകാരിയാണ്. ഹരിത സാവിത്രിയും തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നിർഭയം ആ ഘട്ടത്തിൽ തന്നെ തുറന്നു പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ പരിശോധിക്കേണ്ടത് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് നിശബ്ദമായി നേരിടേണ്ടതാണോ എന്നതാണ്. ഈ ഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തുള്ള മറ്റു ചിലർ ഈ ആക്രമണത്തെ ശക്തിപ്പെടുത്തും വിധം വലതുപക്ഷത്തിന് അനുകൂലമായ അഭിപ്രായ പ്രകടനങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. എഴുത്തുകാർ കക്ഷി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കരുത് എന്ന സിദ്ധാന്തമൊക്കെ അവർ അവതരിപ്പിച്ചു. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിലമ്പൂരിൽ തന്നെ വന്നു. മറ്റൊരാൾ റോഡ് ഷോയിലും പങ്കെടുത്തു. പക്ഷേ അവർക്കൊന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായില്ല. അവരെയൊന്നും ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നിലപാടുകൾ ഓരോരുത്തരുടെയും ബോധ്യങ്ങളാണ് ആവണം. UDFനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ സ്വാഭാവികമായും ആ നിലപാട് സ്വീകരിക്കുന്നതിന് കുറ്റപ്പെടുത്താനാവില്ല. പക്ഷേ എല്ലാവരും ഞങ്ങളുടെ പാത പിന്തുടരണം എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. അഥവാ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് വലതുപക്ഷത്തെ ആവണം. ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെറി വിളിച്ച് കണ്ണുപൊട്ടിക്കും, അശ്ലീലം പറയും, ആക്ഷേപിക്കും, നിരന്തരം ആക്രമിക്കും എന്നതാണ് നില. ഇത് നിശബ്ദമായാണ് ചിലർ ഈ കാര്യങ്ങൾക്കൊക്കെ സാക്ഷികളാവുന്നത്. ഏതെങ്കിലും ഇടതുവിരുദ്ധർക്കെതിരെ ന്യായമായൊരു വിമർശനമെങ്കിലും ആരെങ്കിലും ഉയർത്തിയാൽ അപ്പോൾ സൈബർ ആക്രമണമെന്നും ഉറവിളി കൂട്ടുന്നവരെയൊന്നും ഇവിടെ നാം കാണുന്നില്ല. 90 വയസ്സായ ഐഷാത്ത ഉൾപ്പെടെ വലതുപക്ഷത്തിൻ്റെ സംസ്കാരരഹിതമായ ആക്രമണത്തിന് വിധേയമാകുമ്പോഴും നമ്മുടെ നാട്ടിൽ ഏറെ പേർ നിശബ്ദമായിരുന്ന് കാഴ്ചക്കാരുടെ റോളിൽ ഇരിക്കുകയാണ്. നിലപാട് പറയേണ്ടവർ, അഭിപ്രായം പറയേണ്ടവർ നിശബ്ദത പാലിച്ചുകൊണ്ട് സ്വയം അടയാളപ്പെടുത്തുന്നുണ്ട്. ഏതൊരാൾക്കും നിർഭയം നിലപാടുകൾ പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ
ജനാധിപത്യം അർത്ഥപൂർണമാവുകയുള്ളൂ.